ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ടക്കൃഷിയെക്കുറിച്ചാണ്. ഈ ചൂട് കാലത്തും ഇതുപോലെ വെണ്ടക്കയൊക്കെ ഉണ്ടാവാനായിട്ട് ഞാൻ പറയുന്ന ടിപ്സുകളൊക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് വെണ്ടക്ക കൃഷി ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ടെറസിലാണ് കേട്ടോ കൃഷി ചെയ്യുന്നത്. ഇതൊക്കെ ഗ്രോ ബാഗിൽ കൊടുത്ത ചെടികളാണ്. എല്ലാത്തിലും ഇഷ്ടം പോലെ വെണ്ടക്ക ഉണ്ടാവുന്നുണ്ട്. ദിവസവും വിളവെടുക്കാം. ഒരു 2-3 എണ്ണം മതി തോരനൊക്കെ വെക്കാനായിട്ട്. ഇതുപോലെ വെണ്ടക്ക ഉണ്ടാവാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു വെണ്ടച്ചെടി കണ്ടോ, നല്ല കരുത്തോടെയും നല്ല ആരോഗ്യത്തോടെയുമാണ് കേട്ടോ ഇത് വളർന്നു വന്നിട്ടുള്ളൂ. ഇതിൽ തന്നെ ഇഷ്ടം പോലെ വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് തവണ വിളവെടുത്താണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പച്ചമുളകിൻ്റെ ചെടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇതാ മുളകൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ വെണ്ടക്ക ഉണ്ടാവാനായിട്ട് ഒന്നാമത്തെ ടിപ്സ്, നമ്മൾ നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കുക. പലതരത്തിലുള്ളതായ വെണ്ടയുണ്ട്. ഏതെങ്കിലുമൊക്കെ വാങ്ങിച്ച് നട്ടാൽ നല്ല രീതിയിൽ അതിൽ നിന്ന് വിളവെടുക്കാം. കൃഷിയോട് കുറച്ച് താല്പര്യമുണ്ടായാൽ നമുക്ക് വേണ്ടതെല്ലാം കൃഷി ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ വിത്ത് പാകി കിളിർപ്പിക്കുക. അതിനായിട്ട് മണ്ണൊരുക്കുമ്പോൾ നന്നായിട്ട് കിളച്ചൊരുക്കി നല്ലതുപോലെ വേരൊക്കെ ഓടുന്ന മണ്ണിൽ വേണം വെണ്ടക്ക പാകി കിളിർപ്പിക്കാനായിട്ട്. ഞാനിവിടെ നമ്മുടെ വെണ്ടച്ചെടിയിൽ ഉണ്ടായ വെണ്ടക്കയുടെ വിത്തെടുത്ത് ഇതുപോലെ ഒരു ചട്ടിയിലോട്ട് ഇങ്ങനെ പാകി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് നേരിട്ട് തന്നെ പാകി കൊടുക്കുന്നുണ്ട്. ഞാൻ വെള്ളത്തിലൊന്നും ചിലപ്പോൾ കുതിർത്ത് വെക്കാറില്ല. വെള്ളത്തിൽ വേണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചതിന് ശേഷവും അങ്ങനെയും നടാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ആ വിത്ത് മൂടുന്ന രീതിയിൽ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ എല്ലാ വിത്തുകളും മുളച്ച് വന്നിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ അതിൻ്റെ മുമ്പ് പാകിയ കുറച്ച് വിത്തുകളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാ വിത്തുകളും ഇതാ മുള വന്നിട്ടുണ്ട്. ചിലതൊക്കെ മുള വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ തൈകളൊക്കെ ഇതാ ഇതുപോലെ ഓരോ ഗ്രോ ബാഗിലായിട്ട് പറിച്ച് നട്ടിട്ടുണ്ട്. ഈ ഒരു 2-3 പ്രായമാവുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റുഭാഗത്ത് നിന്നും മണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വളങ്ങളൊന്നും കൊടുക്കേണ്ട. തൈകൾ നടുമ്പോൾ നല്ല രീതിയിൽ തന്നെ അടിവളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ തൈകളൊക്കെ നട്ടത്. അതായത് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച പോട്ടി മിക്സിലാണ് ഈ ഓരോ തൈകളും നട്ടു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ചുറ്റുഭാഗത്ത് നിന്നും മണ്ണ് ഇളക്കി കൊടുക്കുക. എന്നാൽ നല്ല വേരോട്ടം ഉണ്ടാവുകയും ചെയ്യും. ചെടി നല്ല രീതിയിൽ തന്നെ തഴച്ച് വളർന്നു വരികയും ചെയ്യും. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വേണം അതിന് എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വീണ്ടും ഓരോ 10 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ചുവട്ടിലെ മണ്ണ് ഇളക്കി കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ജൈവവളം ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ആക്കിയതാണ് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്തത്. ഇങ്ങനെ വളം ഇട്ട് കൊടുത്ത് ഈ വളം മൂടുന്ന രീതിയിൽ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്താൽ ചെടിയെ നല്ലപോലെ അവിടെ ഉറപ്പിച്ച് നിർത്തിയാൽ ചെടി നല്ല കരുത്തോടെ വളർന്നു വരും. അങ്ങനെ ഓരോ 10 ദിവസം കൂടുമ്പോൾ ഇതുപോലൊക്കെ വളം കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അതിൻ്റെ ചുവടൊക്കെ ഇളക്കി കൊടുക്കുക. അതുപോലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതാ വെണ്ടക്ക ചെടി ഇതുപോലെയൊക്കെ വളർന്ന് നിങ്ങൾക്കും അതിൽ നിന്ന് ഇഷ്ടംപോലെ വിളവെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വെണ്ടക്കൊക്കെ കൃഷി ചെയ്യുക, മടിച്ചു നിൽക്കാതെ. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഓരോ 10 ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ വിളവെടുക്കാൻ സാധിക്കും. അതുപോലെ വാട്ടരോഗത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിച്ചെടുക്കാം. പിന്നെ കീടശല്യമൊക്കെ ഉണ്ടെങ്കിൽ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ ഒരു ദിവസം. പിന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസം ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസം വേപ്പെണ്ണ വെളുത്തുള്ളിയും മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരുവിധം കീടങ്ങളുടെ ശല്യത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു ശമനം കിട്ടും. അപ്പോൾ ഇത് കണ്ടിത് റെഡ് വെണ്ടയുടെ ഒരു തൈയാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. അതിൻ്റെ ചുവട്ടിലായിട്ട് തക്കാളിയുടെ തൈകളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട്. ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള വെണ്ടയാണ് കേട്ടോ. ഇതുപോലുള്ള മഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അതിൽ നിന്ന് പറിച്ചു മാറ്റുക. ഈ ഒരു വെണ്ടക്ക തന്നെ ഒരു 3-4 എണ്ണം ഉണ്ടായാലും ഒരു തോരൻ വെക്കാനൊക്കെ ഇത് മതിട്ടാ. ഇത് കണ്ട് ഇത് ഒരുപാട് ഞാൻ അതിൽ നിന്ന് വിളവെടുത്തൊരു ചെടിയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും അത് അതിൽ നിന്നൊക്കെ ഒരുപാട് കായ്കൾ ഉണ്ടാവുന്നുണ്ട്.
അതുപോലെ തന്നെ നല്ല ചൂട് കാലമാണ് ഇപ്പോൾ. ഈ ചൂട് സമയത്ത് കരിയിലയോ വാഴയിലയോ ഒക്കെ ഇട്ട് പുതയിട്ട് കൊടുക്കാം. പുതയിട്ട് കൊടുത്താൽ അതിൻ്റെ ചുവട്ടിൽ വെള്ളത്തിൻ്റെ ഈർപ്പം എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ 2 നേരവും നനച്ച് കൊടുക്കുക. നല്ല ചൂടായത് കൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഉണങ്ങിയ കരിയില കൊണ്ടൊക്കെ പുതയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും നല്ല രീതിയിൽ വളങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിതാ നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടൊക്കെ വിളവെടുക്കാൻ പാകമായിക്കണമെന്ന് നോക്കാം. ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ഒന്ന് ഒടിച്ച് നോക്കിയാൽ പൊട്ടൊന്നുണ്ടാവും. അതൊക്കെ നമുക്ക് വിളവെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും മൂത്തിട്ടില്ല. മൂത്തത് ഇതിൻ്റെ ഭാഗം ഇങ്ങനെ നെക്കി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് പൊട്ടാത്തതൊക്കെയാണെങ്കിൽ അത് മൂത്തതായിരിക്കും. അപ്പോൾ അത് നമുക്ക് വിത്തിനായിട്ട് വെക്കാം. നമ്മൾ വെണ്ടയ്ക്ക അധികം ഒന്നും നമ്മൾ വെക്കരുത്. വേഗം വേഗം വിളവെടുക്കാൻ ശ്രദ്ധിക്കണം. പെട്ടെന്ന് മൂത്ത് പോകും. ഈ ഒരു വെണ്ടേനെ നമുക്ക് 2, 3 എണ്ണമൊക്കെ കിട്ടിയാൽ തന്നെ ഒരു ഉപ്പേരിക്കൊക്കെ ഇത് മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ കൃഷി ചെയ്യുക. ഇതുപോലെ നമുക്കും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം. ഒരുപാടൊന്നും നടണം എന്നില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ നട്ടുപിടിപ്പിക്കുക. ഒരു 2, 3 ഗ്രോ ബാഗിൽ ഇതുപോലെ വെണ്ട, അതുപോലെ വഴുതന, തക്കാളി, മുളക് ഒക്കെ നട്ട് പിടിപ്പിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് ദിവസേന അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.